തെലങ്കാനയിൽ ഭരണപക്ഷമായ കോൺഗ്രസിന് ഇനി നേരിടേണ്ടി വരിക പുതിയ ഒരു ശത്രുവിനെ കൂടിയാണ്. തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത നടപടി കോൺഗ്രസ് സർക്കാരിനെതിരെ വലിയ ശത്രുതയാണ് തെലുങ്ക് സിനിമാ ലോകത്തുണ്ടാക്കിയിരിക്കുന്നത്. തെലങ്കാനയിലും ആന്ധ്രയിലും വലിയ സ്വാധീനമുള്ള താരമാണ് അല്ലു അർജുൻ. സൂപ്പർ താരങ്ങളായ ചിരഞ്ജീവി, പവൻ കല്യാൺ, രാംചരൺ തുടങ്ങിയവരുടെ അടുത്ത ബന്ധു കൂടിയായ അദ്ദേഹം കോൺഗ്രസ് സർക്കാരിനെതിരെ നീങ്ങുമെന്നാണ് പുറത്തുവരുന്ന വിവരം. അങ്ങനെ സംഭവിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാന ഭരണം തന്നെ കോൺഗ്രസിന് നഷ്ടമായാലും അത്ഭുതപ്പെടാനില്ല. അല്ലു അർജുന്റെ ഏറ്റവും പുതിയ ചിത്രമായ പുഷ്പ 2 ഹൈദരാബാദിൽ നടന്ന പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് അല്ലു അർജുനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി തെലങ്കാന പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 105, 118(1) വകുപ്പുകളാണ് അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്നത്. 5 മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത്. ഹൈദരാബാദിലെ പഴയ തിയേറ്റർ കോംപ്ലക്സുകളിലൊന്നായ സന്ധ്യ തിയേറ്ററിൽ നടന്ന പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്ക് അല്ലു അർജുനും കുടുംബവും ഒപ്പം സിനിമാ സംഘവും എത്തിയിരുന്നു. ഇതോടെയുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ചിത്രം കാണാനെത്തിയ ദിൽസുഖ് നഗർ സ്വദേശിനി രേവതി മരിച്ചിരുന്നത്. അല്ലുവും സംഘവും തിയേറ്ററിലേക്ക് എത്തുന്ന വിവരം ഏറെ വൈകിയാണ് പോലീസിനെ അറിയിച്ചതെന്നാണ് അധികൃതരുടെ വാദം. അതിനാൽ തന്നെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അവർക്ക് ഒരുക്കാനായില്ലെന്നും പോലീസ് പറയുന്നു. മരണപ്പെട്ട രേവതിയുടെ കുടുംബത്തിന് 25 ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ച അല്ലു അർജുൻ ഇത്തരമൊരു സംഭവം നടന്നതിൽ തന്റെ ഹൃദയം തകർന്നു പോയതായും പറഞ്ഞിരുന്നു. രേവതിയുടെ ഗുരുതരമായി പരിക്കേറ്റ മകൻ ശ്രീ തേജിന്റെ എല്ലാ ചികിത്സാ ചെലവുകളും ഏറ്റെടുക്കുമെന്നും താരം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ പോലീസ് നടപടിയെ തടുക്കാൻ പര്യാപ്തമായിരുന്നില്ല.